Later Chris spoken English conquered English and the world. Well, mass minds, next we have B resource development. നമ്മൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ നമ്മൾ ബിയുടെ 6 കോളംസ് പ്രാക്ടീസ് ചെയ്തു, ഫേസ് ആൻഡ് ഫയർ ചെയ്തു. We became an expert in it. But now the question is, how many of you are able to use these structures with a lot of words and expressions? നമ്മളിതിൽ ധാരാളം വേർഡ്സ് പറയാനായിട്ടുള്ളൊരു സ്കില്ല് നേടണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മൾ പൊതുവേ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് നമ്മൾ കുറേ ചോദ്യങ്ങളുടെ ഒരു മെത്തേഡൊക്കെ മനസ്സിലാക്കിയെങ്കിൽ പോലും ഈസി ക്വസ്റ്റ്യൻസേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പാരൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി 9 out of 10 കേരളത്തിലുള്ള മിക്കവാറും ആൾക്കാർ ചോദിക്കുക, ഹൗ ഈസ് യുവർ പാരൻസ്? ഹൗ ഈസ് പാരൻസ് ആണെങ്കിൽ പോലും ഈസേ വരുള്ളൂ, ഹൗ ആർ വരില്ല. ഹൗ ഈസ് ഞാൻ ഈസ് വെച്ചിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻസിൽ നമ്മൾ എക്സ്പെർട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ മേക്ക് എ ലോട്ട് ഓഫ് പ്ലൂറൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ദെൻ കം അപ്പ് വിത്ത് സം ആൻസേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതിൽ ഒരു അപാകത ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല ധാരാളം വേർഡ്സ് നമുക്ക് ഈ വേർഡ്സിനൊക്കെ നമ്മൾ വി ഷുഡ് അസോസിയേറ്റ് ഇറ്റ് വിത്ത് സംബഡി ഓർ സംതിങ്. നമ്മൾ ബി ഫസ്റ്റ് പഠിച്ചപ്പോൾ വെറും വേർഡ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ബി ഫ്രണ്ട്ലി, ഡോൺ ബി എന്ന് മാത്രം. ഈ റൗണ്ടിൽ നമ്മൾ പാരൻസ് എങ്ങനെയാണ്, ഫ്രണ്ട്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ടൗൺ എങ്ങനെയാണ്, അങ്ങനെ സംബടിയും സംതിങ്ങും എങ്ങനെയൊക്കെയാണ്, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ വേർഡ്സിനെ നമുക്ക് ഈ സബ്ജക്റ്റുകളുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് വേർഡ്സ് നമ്മൾ ഇൻ്റലക്ച്വലി ആയിട്ട് പഠിക്കാനാണ് ഒരു ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഈവൻ ദർ ആർ പീപ്പിൾ ഹൂ ഈവൻ കോപ്പി ആൻ എൻ്റയർ ഡിക്ഷണറി പോലും കോപ്പി ചെയ്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാനും ഒരു ഘട്ടത്തിൽ അങ്ങനെ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് ഇറ്റ് വാസ് എ ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ്. ഐ വൺസ് റിയലൈസ്ഡ് ഇറ്റ്. അപ്പോൾ മനസ്സിലാക്കി ഇങ്ങനെ വേർഡ്സും അർത്ഥവും പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, വേർഡ്സ് ആർ നോട്ട് ലൊക്കേറ്റഡ്, ദേ ഷുഡ് ബി അസോസിയേറ്റഡ് വിത്ത് സം ഐഡിയാസ്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ആളുകളെക്കുറിച്ചും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംതിങ്ങുകളെക്കുറിച്ചും ബന്ധപ്പെടുത്തിക്കൊണ്ട് വേർഡ്സിനെ പഠിച്ചു കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം പാർട്ട് ഓഫ് അവർ ലാംഗ്വേജ്. അല്ലാതെ വെറുതെ ഒരു നിലനിൽപ്പില്ലാതെ വേർഡ്സും അർത്ഥവും മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ നോട്ട് ബി അവർ ലാംഗ്വേജ്. നമ്മുടെ ആവശ്യത്തിന് എപ്പോഴും ഒഴുകിയെത്തുന്ന ഒരു വാക്കായിട്ട് പോകില്ല. ദിസ് ഈസ് ഹൗ വി ആർ പ്രാക്ടീസിങ് ഹൗസ് ആറ്റ് ഗെയിം. ഹൗസ് ആറ്റ് നമ്മളിവിടെ 2 തരം ചോദ്യങ്ങൾ, സിംഗുലറും പ്ലൂറലും ചോദിക്കുക. കൂടുതലും പ്ലൂറൽ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഹൗ ആർ യുവർ പാരൻസ്, പാരൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ഒരു ആൻസർ നമുക്ക് പറയാം, well my parents are frank, sincere and truthful but sometimes they are strict and stubborn. നമ്മൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരല്പം നെഗറ്റീവ് 2 തരം നമുക്ക് എല്ലാ ആംഗിൾസും നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 2 തരം ആൻസേഴ്സും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ബട്ട് സം ടൈംസ് വെച്ചിട്ട് നമ്മളൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി പറയും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറ്റു പല ആൾക്കാരെ കുറിച്ച് പറയും. പക്ഷേ ഒരെണ്ണം തന്നെ നമ്മൾ വ്യക്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഹൗ ആർ യുവർ പാരൻസ്? വെൽ മൈ പാരൻസ് ആർ ഫ്രാങ്ക്, സിൻസിയർ ആൻഡ് ട്രൂത്ത്ഫുൾ ബട്ട് സംടൈംസ് ദേ ആർ സ്ട്രിക്റ്റ് ആൻഡ് സ്റ്റബൺ. ആ ഒരു ആൻസർ കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക. നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഇമോഷണൽ മാസ്റ്ററി. അപ്പോൾ ആദ്യം റിപ്പീറ്റേഷൻ കൊടുക്കണം. റിപ്പീറ്റേഷൻ കഴിഞ്ഞ് ഒന്ന് ബലത്തിൽ നല്ല ഫ്ലോയിൽ ഇത് പറയാൻ പറ്റിയാൽ മാത്രമേ ഈ ഇമോഷണൽ മാസ്റ്ററിയിലേക്ക് അവരെ കൊണ്ടുപോകാവൂ. ഇമോഷണൽ മാസ്റ്ററിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇത് പറയാനായിട്ട് ഒരു ബലം ആദ്യം കിട്ടണം. അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞ് പഠിക്കാൻ പറയുന്നത്. അത് ഒരു ഇൻഡലക്ച്വൽ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഹൗ ആർ യുവർ പാരൻസ്? മൈ പാരൻസ് ആർ ഫ്രണ്ട്ലി, സിൻസിയർ ആൻഡ് ട്രൂത്ത്ഫുൾ ബട്ട് സംടൈംസ് ദേ ആർ സ്റ്റബൺ. അങ്ങനെ ഒന്ന് പറഞ്ഞ് പറഞ്ഞ് ഈ ഒരു പവർഫുൾ ഡെലിവറി നമുക്ക് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഈ ഇമോഷണൽ മാസ്റ്ററി സ്റ്റേജിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ കാരണം അത് ഇമോഷണൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ അവിടേക്ക് എത്തുന്ന സമയത്ത് അവിടെ സംശയത്തോട് കൂടിയിട്ടും തെറ്റോട് കൂടിയിട്ടും അവിടെ പോകാൻ പാടില്ല. എല്ലാം ഉറച്ചു എന്നുള്ള നല്ല ബോധ്യത്തോടു കൂടി മാത്രമേ ഈ ഇമോഷണൽ മാസ്റ്ററി ചെയ്യാൻ പാടുള്ളൂ. കാരണം അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ കറക്റ്റ് ചെയ്യൽ വളരെ ദുഷ്കരമായിരിക്കും. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ് ഗെയിം. അപ്പോൾ ഇത് ഒന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനൊന്ന് ഇമോഷണൽ മാസ്റ്ററി നമ്മളൊന്ന് ചെയ്യാം. അപ്പോൾ ഇമോഷണൽ മാസ്റ്ററി ചെയ്ത് കഴിഞ്ഞാൽ സംബടിയെക്കുറിച്ച് ചെയ്യുക. അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ബി ഉണ്ട്, നമുക്ക് പലതരം സംതിങ്ങുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കി, ഹൗ ആർ ദ റോഡ്സ് ഓഫ് യുവർ ടൗൺ? ഹൗ ഇസ് ദാറ്റ് ഫിലിം? സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. നമ്മൾ രണ്ടിനെ കുറിച്ചും ചോദിക്കുക. ഹൗ ഇസ് ദാറ്റ് ഫിലിം ഓർ ഹൗ ഇസ് അക്കമഡേഷൻ ഇൻ യുവർ ടൗൺ? ടൗണിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ അക്കമഡേഷൻ? അപ്പോൾ വെൽ ഇൻ മൈ ടൗൺ അക്കമഡേഷൻ ഈസ് വെരി ചീപ്പ് ആൻഡ് അഫോർഡബിൾ.
അതൊരു താരതമ്യം. മുമ്പത്തിൽ നമ്മൾ ബട്ട് സംടൈംസ് വെച്ച് പറഞ്ഞ മാതിരി ബട്ട് ഇൻ ദുബായ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. നമ്മുടെ ഒരു ഡിഫറെൻറ്റ് ക്വാളിറ്റി കൂടെ നമ്മളൊന്ന് പറയാൻ നോക്കുക. സോ വി ഓൾവേസ് ഹാവ് എ ടെൻഡൻസി ടു മേക്ക് സം കമ്പാരിസൺസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, പക്ഷേ അവിടെ അങ്ങനെയാണ്. അപ്പോൾ ഒരു ബട്ട് വെച്ചിട്ട് നമ്മളൊരു ട്വിസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിലില്ലാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ക്വാളിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ബട്ട് വെച്ച് പറഞ്ഞ് പഠിക്കുക. ബി സെക്ഷനിൽ നമ്മൾ ബട്ട് വെച്ച് സ്വയം ചെയ്ത് പഠിക്കണം. അപ്പോൾ സ്വയം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസിയും കൂടി ഒരു സ്കില്ല് കൂടെ നിങ്ങൾ ചെറുതായിട്ട് ഇതിൽ പഠിക്കുകയാണ്. ഓരോ ദിവസവും ചെല്ലും തോറും നമ്മൾ പലതരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റാണ്. ഇംഗ്ലീഷ് എല്ലാം എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് തരൂ, ഞാനൊരു ദിവസം പറയാം എന്ന് വിചാരിച്ചാൽ അത് സംഭവിക്കില്ല. So you should develop some skills along with this language, because English is a language of the leaders and winners. And leaders and winners are the people who have more skills and qualities more than their qualifications. ഇപ്പോൾ ക്വാളിഫിക്കേഷൻസിനേക്കാളും ഉപരിയായിട്ട് ഇത്തരം കുറേ സ്കിൽസ് ഉള്ള ആൾക്കാരാണ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ അതുപോലെ വിന്നേഴ്സിനെ പോലെ കൈകാര്യം ചെയ്യണമെങ്കിൽ വിന്നേഴ്സിന് ഉള്ള സ്കിൽസും ടാലൻസും ഉണ്ടായേ പറ്റൂ. അതാണ് ഇവിടെ ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് പഠിപ്പിച്ച് തരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ തയ്യാറായാലാണ് ഇംഗ്ലീഷിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ.